രാഹുൽ ഗാന്ധി ഒരു പീഡകനായിട്ട് മാറി തീർന്നിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു പീഡകനായി മാറി തീർന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ കേരളത്തിൽ 2 ദിവസത്തിനായിട്ട് സന്ദർശനത്തിനായിട്ട് വന്നിരിക്കുന്നത്. ആദ്യ പരിപാടി ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച, അതിൻ്റെ 100ാമത് ശതാബ്ദി ആഘോഷം, ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പീഡകനാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു പച്ചയായ വാസ്തവമാണ്, അതൊരു സത്യമാണ്. എന്തുകൊണ്ടാണത്? താങ്കളുടെ വ്യാഖ്യാനം 100% ശരിയാണ്. രാഹുൽ ഗാന്ധിയെ ഒരു പീഡകനായിട്ട് കണക്കാക്കാൻ പറ്റും. പക്ഷെ ഇത് ആ പീഡകൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ അറിയത്തില്ലാത്ത കോൺഗ്രസ്സുകാരുണ്ട്. അതെ, അറിയത്തില്ലാത്ത BJP-ക്കാരുണ്ട്. കോൺഗ്രസ്സുകാർക്കെങ്കിലും മനസ്സിലാകേണ്ടതായിരുന്നു, അവർക്കും മനസ്സിലായില്ല, BJP-ക്കാർക്കും മനസ്സിലായില്ല. ഇപ്പോൾ പീഡനം എന്നുള്ള വാക്ക് പോലും നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സെൻസിൽ നെഗറ്റീവ് അർത്ഥത്തിൽ കൊടുക്കും, നല്ല അർത്ഥത്തിലല്ല കൊടുക്കുന്നത്. യേശുക്രിസ്തു ഏറ്റവും വലിയ പീഡകനായിരുന്നു. സ്വയം കുരിശേക്കറി പീഡനം അനുഭവിച്ച ആളാണ്. പീഡാനുഭവം എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ അങ്ങനത്തെ പീഡാനുഭവം അനുഭവിച്ച മഹാത്മാർ ഒത്തിരിയുണ്ട്. ഗാന്ധി, അതുപോലെ ഇപ്പുറത്തെ പീഡാനുഭവമുള്ളവരുണ്ട്, മുകേഷുണ്ട്, ശശിയുണ്ട്, അങ്ങനെ പീഡാനുഭവം അനുഭവിച്ചവരുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത്, ഇന്ന് മലയാളം പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മലയാളം ചാനലുകൾ കാണുന്നതുകൊണ്ട് കടന്നു വരുന്ന പീഡനങ്ങൾ ഏതാ? ഇത്തരം പീഡനങ്ങളാണ്. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പീഡനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ രാഹുൽ ഗാന്ധി വ്യത്യസ്തമായൊരു പീഡനമാണ്. രാഹുൽ ഗാന്ധി അത് പറയുന്നിടം വരെ നമുക്ക് അത് മനസ്സിലായില്ല എന്നുള്ള സത്യം. ആരും ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല, ആരും ചർച്ച ചെയ്തില്ല എന്നുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വേറൊരു പെണ്ണുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പണ്ട ചർച്ചയായേനെ. മുകേഷ് ടൈപ്പോ ഗണേഷ് ടൈപ്പോ ഉള്ളൊരു ശശി ടൈപ്പ് ഒരു പീഡനമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു പീഡനമായിരുന്നു ബ്രേക്കിംഗ് ന്യൂസാണ്. പക്ഷേ ഈ പീഡനത്തെ പറ്റിയിട്ട്, രാഹുൽ ഗാന്ധിയുടെ ഈ പീഡനത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ തല തൊട്ടപ്പന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ തയ്യാറാവുന്നില്ല. അവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. അതെ, അതുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പീഡനമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊടും പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ അപൂർവങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു പീഡനം നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. എന്താണ് ആ പീഡനം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വന്തം ശരീരത്തെ സ്വയം പീഡിപ്പിക്കുക, അതാണ് ആ പീഡനത്തിൻ്റെ മഹത്വം. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയ്ക്ക് വേറെ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? കോൺഗ്രസിൻ്റെ ഏറ്റവും സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സമരം നടന്നത് ദണ്ഡി യാത്രയാണ്. നിങ്ങളുടെ അടുത്ത് പയ്യന്നൂരൊക്കെ നടന്നിട്ടുണ്ട് കുറേശ്ശെ. ആ ദണ്ഡി യാത്രയ്ക്ക് പോയ സത്യാഗ്രഹികളോട് പറഞ്ഞു കൊടുത്ത ഉപദേശം, പോലീസ് നിങ്ങളെ എത്ര ആഞ്ഞു തല്ലിയാലും നിങ്ങൾ കൈ ഉയർത്തി തടയരുത്, അവരോട് പ്രതികാരം ചെയ്യരുത്, തല അടിച്ചു പൊട്ടിക്കുമ്പോഴും അത് കൊണ്ടോളാനാണ് ആര് പറഞ്ഞത്? മഹാത്മാഗാന്ധി പറഞ്ഞത്. അതിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് സത്യാഗ്രഹികളെ യഥാർത്ഥ സമരഭടന്മാരാക്കി ഗാന്ധിയെ തന്നെ മഹാനാക്കി മാറ്റിയ ഒരു സമരരീതിയായിരുന്നത്. നമുക്ക് ത്യജിക്കാനുള്ള മനസ്സാദ്യം ഉണ്ടാവുക. എനിക്ക് വേണ്ടപ്പെട്ടതിനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ശരീരം തന്നെയാണ്, അതെങ്ങനെയെങ്കിലും കൊണ്ടുനടക്കുക എന്നുള്ളത് നമ്മുടെ മെയിൻ ഏറ്റവും അത്യാവശ്യം. അത് ത്യജിക്കാൻ തയ്യാറായിട്ടാണ് ഗാന്ധി പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്ത ആ മഹത്വം എവിടെയാണ് രാഹുൽ ഗാന്ധി കാണിച്ചത്? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ കൂടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൂടെ താമസസൗകര്യമില്ലാത്ത കൊതുവും കുടിക്കാൻ നല്ല വെള്ളം പോലും കിട്ടിയില്ലാത്ത രാഹുൽ ഗാന്ധിക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നാലും അത്തരം ഗ്രാമങ്ങളിൽ കൂടെ പോകാനും അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നേരിട്ട് ഇൻട്രഡക്ഷനാണ്. അല്ലാണ്ട് ഫോട്ടോയിൽ കാണുന്ന വീഡിയോ കണ്ടിട്ട് ആദ്യം അവിടെ ദാരിദ്ര്യമുണ്ട് വെള്ളം കൊടുത്തേക്ക്, അല്ലെങ്കിൽ അവിടെ കുറേ കിറ്റ് കൊണ്ട് കൊടുക്കുക, അവിടെ കുറേ ചെറുപയർ കൊടുക്കുക, ഞങ്ങൾ ആ പ്രചരണപരമായ ഉദ്ദേശമില്ലാതെ രാഹുൽ ഗാന്ധി ജനങ്ങളുമായി ബന്ധപ്പെടുക ഇൻഹിബിഷൻസ് ഇല്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലല്ല ഇത് ചെയ്തത്, വോട്ടിന് വേണ്ടി അല്ല ചെയ്തത്, ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ വേണ്ടി അല്ല ചെയ്തത്, മറിച്ച് ജനങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ള ഏക ഉദ്ദേശത്തിൽ. അതുകൊണ്ടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഒരു നേതാവായി പതുക്കെ ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങിയത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ കൊച്ചുമകൻ, ഫിറോസ് ഗാന്ധിയുടെ കൊച്ചുമകൻ, ജവഹർലാൽ നെഹ്റുവിൻ്റെ കൊച്ചുമകൻ, ഇങ്ങനെ പറഞ്ഞ ആ രീതിയിലുള്ള കെയർ ഓഫ് അഡ്രസ്സ് മാത്രമേ നെഹ്റു കുടുംബത്തിൻ്റെ കെയർ ഓഫിന് അപ്പുറത്തേക്ക് ജനങ്ങളുടെ കെയർ ഓഫിൽ രാഹുൽ ഗാന്ധി അറിയപ്പെടാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഈ പീഡനം സ്വയം അനുഭവിക്കാൻ തയ്യാറാണ്. അവിടെയാണ് പീഡനത്തിൻ്റെ വാക്കിൻ്റെ വില. ഇപ്പം ഭാരത് ജോഡോ യാത്ര തൻ്റെ ജീവിതം തന്നെ
മാറ്റിമറിച്ചൊരു സംഭവമാണെന്ന് രാഹുൽ ഗാന്ധി പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വേദികളിലൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പം എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ് ശിവനെ നിരന്തരമായിട്ട് രാഹുൽ ഗാന്ധി കോട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ നമുക്കറിയാം, ലോക്സഭയിൽ ഏറ്റവും ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ഇതാണ് അഭയമുദ്ര ഇതാണെന്ന് പറഞ്ഞിട്ട് ശിവന്റെ ചിത്രമൊക്കെയാണ് അദ്ദേഹം ഉയർത്തി കാണിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ എന്നൊരു കാര്യം വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. ഇതായിരിക്കണം യഥാർത്ഥത്തിൽ ഇന്ത്യൻ്റെ രാഷ്ട്രീയക്കാരൻ ഇതായിരിക്കണം. അങ്ങനെ ഒരു അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ പൊളിറ്റീഷ്യനെ എങ്ങനെയാണ്, ആ പൊളിറ്റീഷ്യനിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധി പറയുകയാണ് അതിമനോഹരമായിട്ട്. ആ വീഡിയോ ഒന്ന് കാണാം. When they say Shiva is the destroyer, what is he destroying? Himself. That's the idea. Right? He's destroying his ego, he's destroying his structure, he's destroying his beliefs. In some words, in some ways, Bharat Jodo Yatra was an attack on myself. 4,000 kilometers chalna hai, risk hai, goli lag sakti hai, chodo. Let's see what happens. So then that generates a completely different way of thinking and a completely different relationship with people. You know? Idea of Shiva basically. When they say Shiva is the destroyer, what is he destroying? Himself. That's the idea. Right? He's destroying his ego, he's destroying his structure, he's destroying his beliefs. കാണില്ല, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രാഹുൽ ഗാന്ധി പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് മൈ ഐഡൻറ്റിറ്റി. ഞാൻ മുമ്പേ പറഞ്ഞ ഐഡൻറ്റിറ്റി ഏതാ? നെഹ്റു കുടുംബത്തിൻ്റെ ഐഡൻറ്റിറ്റി. അങ്ങനെ കുറേ ഐഡൻറ്റിറ്റി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. സമ്പന്നനുള്ള ഐഡൻറ്റിറ്റി, നാളെ രാഷ്ട്രീയ നേതാവാകാനുള്ള ഐഡൻറ്റിറ്റി, MP എന്നുള്ള ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയേക്കാളൊക്കെ വലുത് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ട് ചേർന്നുള്ള ഐഡൻറ്റിറ്റിയാണ് വലുത് എന്നുള്ള തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ്, അത്തരം തിരിച്ചറിവുകളിൽ നിന്നാണ് മഹാന്മാരും നേതാക്കന്മാരും ഉണ്ടാകുന്നത്. വളരെ ചുരുക്കം പേർക്കേ സാധിക്കുള്ളൂ. എല്ലാവരും നേതാവായി എന്ന് വെച്ച് മഹാനാകണമെന്നില്ല, എല്ലാ മഹാന്മാരും നേതാക്കന്മാരാകണമെന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആ തിരിച്ചറിവ്, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഇപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഭാരത ജോഡോ യാത്രകളിൽ നിന്നാണ്. ആ രാഹുൽ ഗാന്ധിയുടെ റെവലേഷൻസ്, വെളിപ്പെടുത്തലുകൾ, അത് ഒരു ശരിക്കും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയമല്ല, സാമൂഹിക സേവനം തൊഴിലാക്കിയ, രാഷ്ട്രീയ പ്രവർത്തനം തൊഴിലാക്കുന്ന, രാഷ്ട്രീയ പ്രവർത്തനത്തിന് താല്പര്യമുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേറ്റവും സ്വയം സമർപ്പിക്കുക. സ്വന്തം ശരീരം വരെ നഷ്ടപ്പെട്ടാണെങ്കിലും സ്വയം സമർപ്പിക്കുക. ഗാന്ധി അങ്ങനെയല്ലേ? 10 ദിവസം 20 ദിവസം ഡോക്ടർമാർ നോക്കും, നിർത്തണം എന്ന് പറയുമ്പോൾ ഗാന്ധി ഉപവാസം നിർത്താറില്ല. മരണം വരെ ഗാന്ധി ഉദ്ദേശിച്ചത് ആ രീതിയിൽ സ്വന്തം ശരീരത്തെ മറ്റുള്ളവരുടെ പബ്ലിക് കോസിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ. രാഹുൽ ഗാന്ധി പറയുന്നു, ഗാന്ധി സ്വയം തന്നെയാണ് അറ്റാക്ക് ചെയ്തത്. ഗാന്ധി അങ്ങനെ അതുകൊണ്ടാണ് ഗാന്ധിയെ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസപ്പെടുന്നു. പലവർക്കും ഗാന്ധിയെ മനസ്സിലാകാത്തതും ഇങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഗാന്ധി അറ്റാക്ക് ചെയ്തത് തന്നെയാണ്. ഗാന്ധി ഉപവാസം ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട്, നമുക്കാർക്കെങ്കിലും വിശപ്പ് വരുമോ? വിശപ്പ് വരുന്ന ഒറ്റയാളേ ഉള്ളൂ. ഗാന്ധിജി സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്, വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, അല്ലെങ്കിൽ ആകപ്പാടെ കിടന്ന് പൊളയാൻ തോന്നുന്ന ഗാന്ധി മാത്രമേ ഉള്ളൂ. സ്വയം ആണ് അനുഭവിക്കുന്നത്. വിശപ്പിൻ്റെ വില എന്താ, അല്ലെങ്കിൽ വിശപ്പ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് സ്വയം അനുഭവിക്കുക. നമുക്കൊന്നൊന്നുമില്ല. അങ്ങനെ ആ കരുത്തൂടെയാണ് നമ്മളങ്ങനെ അനുഭവിക്കും തോറും അതൊരു കരുത്തായിട്ട് മാറുകയാണ്. എല്ലാ മതങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളും നൊയമ്പുണ്ട്. ഏതെങ്കിലും കാലഘട്ടത്തിൽ നൊയമ്പിൻ്റെ കാലഘട്ടമുണ്ട്. ക്രിസ്തുമതത്തിലുണ്ട്, ഇസ്ലാമിനുണ്ട്, ഹൈന്ദവർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് നൊയമ്പ്. ഏകാദശി നൊയമ്പ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മാസവും ഹിന്ദുക്കളിലുണ്ട്. ഈ നൊയമ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യന് പഴയകാല ആധ്യാത്മിക ആചാര്യന്മാർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നൊരു മെഡിസിൻ കൂടിയാണ്. നിനക്ക് ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വെക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ 10 നേരത്തെ ആഹാരം വേണ്ടെന്ന് വെക്കാൻ, അല്ലെങ്കിൽ ഒരു മാസത്തെ ആഹാരം വേണ്ടെന്ന് വെക്കാൻ പറ്റിയാൽ, നീ ആർജിക്കാൻ പോകുന്ന ആന്തരിക കരുത്ത്, അതാണ് പ്രധാനം. ആ കരുത്തില്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. രാഹുൽ ഗാന്ധി ആ കരുത്ത് നേടുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അതവിടെ ചെല്ലുമ്പോഴാണ് ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ നേതാവാകാൻ, ഭാരതത്തെ പോലെ വിശാലമായ ഒരു രാജ്യത്തിൻ്റെ,
ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയിൽ ഇപ്പോൾ ഏറ്റവും വലിയ രാജ്യമായി. ഈ രാജ്യത്തിൻ്റെ നേതാവാകാനുള്ള യോഗ്യത തന്നെത്താൻ രാഹുൽ ഗാന്ധി ആർജിക്കുകയാണ്. ആ യോഗ്യത ആർജിക്കുന്ന അനുസരിച്ച് ജനങ്ങളും ആരും സംഘടിപ്പിച്ചില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ പിന്നിലുണ്ടായിരിക്കും, എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ നരേന്ദ്രമോദി പോലും ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് സംശയമാണ്. നരേന്ദ്രമോദിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതിന് വളരെ പെട്ടെന്നൊരു കാരണമുണ്ട്. ഈ പെട്ടെന്ന് സംഘടിപ്പിക്കാവുന്ന എളുപ്പവഴികളുണ്ട്. അതിലൊന്നും മതം തന്നെ, വികാരപരമായ മതചിഹ്നങ്ങളെ അവതരിപ്പിക്കുക, പെട്ടെന്ന് സംഘടിപ്പിക്കാവുന്ന. ഇപ്പോൾ തൃശ്ശൂർ പൂരം വന്നു, ഇവിടെ അത് ഉണ്ടായില്ല, അതിനു മുമ്പ് അത് പരിഹരിക്കപ്പെട്ടു. അങ്ങനത്തെ സംഭവങ്ങളിൽ കൂടെ വളരെ പെട്ടെന്ന് ജനങ്ങളെ സംഘടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നേട്ടങ്ങളുണ്ടാകും. മോഡിക്ക് ഗോദ്ര കലാപവും കർഷകരെ ട്രെയിനിൽ ചുട്ടുകൊണ്ടിങ്ങനെ 2-3 സംഭവം കൊണ്ട് വളരെ പെട്ടെന്ന് ജനങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റി. ഇത്തരം ഒരു തത്വചിന്ത കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് ജനങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റി. പിന്നെ എന്തിനാണ് മെനക്കെടുന്നത്? രാഹുൽ ഗാന്ധിക്ക് തകർന്നു പോയ സംഘടന ഉണ്ടായിരുന്നു, ഒന്നുമില്ലാത്തൊരു സംഘടന. ഇവർ നെഹ്റു കുടുംബത്തെ കൊണ്ട് കാര്യങ്ങൾ നേടാൻ മാത്രം വന്ന കുറേ ഒരുപറ്റം ഹൈക്കമാൻഡ് നേതാക്കന്മാരും മാത്രമായി തകർന്ന് ഇല്ലാതാക്കിയൊരു സംഘടന. അതിൻ്റെ അസ്ഥികൂടമാണ് രാഹുൽ ഗാന്ധി കൊണ്ടുനടന്നത്. ആ അസ്ഥികൂടത്തിന് മാംസവും രക്തവും കൊടുക്കാനാണ്. പക്ഷേ ഈ ഒരു സംഗതിയെ തിരിച്ചറിഞ്ഞ ഒരു വലിയ ശക്തിയുണ്ട് ഇന്ത്യയിൽ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. നരേന്ദ്രമോദിക്ക് അത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മറ്റ് വലിയ കുറേയധികം ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം സ്വയം പീഡിപ്പിക്കുക എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെയുള്ള സ്വയം പീഡനം അതോടുകൂടി സ്വന്തം ഇല്ലാതായി തീരുക എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരനെ മറ്റ് രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമാക്കി മാറ്റി തീർക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഒബ്സർവേഷൻ കറക്റ്റാണ്. ഇപ്പോഴും ലോകത്ത് എല്ലാം ഉണ്ടായിട്ടും ഇപ്പോഴും യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നവർ ഏതെങ്കിലും കത്തോലിക്ക പുരാനെ ബഹുമാനിക്കുന്നു. എത്രയോ അച്ഛന്മാരും മാർപ്പാന്മാരും എത്രയോ പേര് വന്നുപോയി. എത്രയോ ക്രിസ്ത്യൻസിൻ്റെ പ്രവാചകന്മാർ വന്നുപോയി. യേശുക്രിസ്തുവിനെ കാണുന്നവർ കാണുന്നുണ്ടോ? എന്തേ കാണാത്തത്? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളാണ് പ്രധാനം. അങ്ങനെ ഉണ്ടെങ്കിൽ ഗാന്ധി, ഉദാഹരണം ബുദ്ധൻ, കൊട്ടാരം ഉപേക്ഷിച്ച് പോയ ബുദ്ധനെ നമ്മൾ അറിയുന്നില്ലേ? ശ്രീബുദ്ധനെ പറ്റി ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നു. എന്തേ? ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം മറിച്ച് ആലോചിച്ചേക്ക്. വെള്ളാപ്പള്ളി നടേശനെ പോലെ കുറേ ഷാപ്പുമൊക്കെ ലേലത്തിൽ പിടിച്ച് കള്ളുമൊക്കെ വിറ്റ് ബാറുമൊക്കെ നടന്നിരുന്ന ആളാണ് ശ്രീനാരായണ ഗുരുവിനെ ആരെങ്കിലും അറിയുക? അതാണ് വ്യത്യാസം. ത്യാഗത്തിൻ്റെ വ്യത്യാസം അതാണ്. ഉപേക്ഷിക്കുന്നതിൻ്റെ, ത്യജിക്കുന്നതിൻ്റെ വ്യത്യാസം അതാണ്. ആ വ്യത്യാസമാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ മറ്റുള്ളവരൊക്കെ കുറേശ്ശെ ആരും അറിയുന്നില്ല. രാഹുൽ ഗാന്ധി ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഉയർന്നു പോകുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിനായിട്ട് സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ താൻ മരിക്കാനും തയ്യാറാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു രീതിയിലുള്ള പ്രഖ്യാപനം. ആ പൊരിഞ്ഞ വെയിലത്ത് കഠിനമായ വേനലിലെ രാഹുൽ ഗാന്ധി അതിലൂടെ നടന്നു. ഉത്തരേന്ത്യയിൽ ചൂടറിയാവില്ല. ആ ചൂട് സഹിച്ച് നടക്കാൻ തയ്യാറാവുകയെന്നേ. ആ ചൂട് സഹിച്ച് നടക്കാൻ തയ്യാറാവുകയാണ്. ഡീഹൈഡ്രേഷൻ ഉണ്ടാകും, പലതുണ്ടാകും. അതാണ് സംഭവം. നമ്മളിപ്പോൾ നേരത്തെ ഇപ്പോൾ കാണിച്ച വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഭാരത് ജോഡോ യാത്ര എന്നെ മാറ്റി തീർത്തത് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നത്. ഇപ്പം 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൂടിക്കാഴ്ച ശിവഗിരിയിലെ 1925 മാർച്ച് 12-ാം തീയതി. അതെ, ആ ഡേറ്റിനാണ് സംഭവിച്ചത്. അപ്പം അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്ന് പറയുന്നത് അത് 2 കൂട്ടർക്കും പ്രയോജനമുണ്ട്. ഗുരുദേവ ദർശനങ്ങൾ മറന്നിരിക്കുക, കച്ചവടത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയ സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ അത്ര ഇത് കിട്ടിയില്ല. കാരണം അധികാരത്തിൻ്റെ സ്ഥാനം ഇരിക്കുന്ന മോഡി ഇങ്ങോട്ട് നല്ല വിളിക്കുമായിരുന്നു. മോഡി പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. രാഹുൽ ഗാന്ധി അപ്പോൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ ഏറെക്കുറെ അറിയാം. ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതെപ്പോൾ രാഹുൽ ഗാന്ധി പഠിക്കാൻ തുടങ്ങുന്നു, ആ സെക്കൻഡിൽ തന്നെ മാറിക്കൊണ്ടിരിക്കും. കുറേശ്ശെ മാറും. ഇപ്പം രാഹുൽ ഗാന്ധി ശിവഭക്തനാണെന്ന് പറഞ്ഞില്ലേ? ശിവനോട് അടുത്ത് നിൽക്കും. എന്താ ശിവനോടുള്ള കാര്യം? എന്താ ശിവൻ്റെ പ്രത്യേകത? എന്താ? മറ്റ് ഹൈന്ദവ ദൈവങ്ങളിൽ നിന്നും ശിവൻ്റെ പ്രത്യേകത, ശിവൻ പ്രകൃതിയുമായി ഏറ്റവും കൂടുതൽ സമന്വയിപ്പിച്ച്, അല്ലെ തൻ്റെ കാഴ്ചപ്പാട്, തൻ്റെ ജീവിതം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി ജീവിച്ച ദൈവസങ്കല്പമാണ് ശിവൻ്റേത്. ചുടലയുടെ ചാരമൊക്കെ പൂശി ഒരു പാമ്പിനെ വലിച്ച് തലയിട്ട് നടക്കുന്ന ശിവൻ. ആ മരയൂരി ആർഭാടത്തിൻ്റെ വേഷങ്ങളോ ഒന്നുമില്ല. കൊട്ടാരമില്ല. ശിവനുണ്ടോ? ശിവൻ ഏതെങ്കിലും കൊട്ടാരത്തിൽ വളർന്നതായിട്ട് പറയുന്നുണ്ടോ? അപ്പം അങ്ങനെ ആ വ്യത്യാസമാണ് ശിവനെ
മറ്റ് ദൈവങ്ങളിൽ നിന്നും ഏറ്റവും ശക്തനാക്കി മാറ്റിയത്. ശക്തി സങ്കല്പം ദൈവത്തിൻ്റെ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മുമ്പിൽ നിൽക്കുന്ന ദൈവസങ്കല്പം ആരുടെ ആയിരിക്കും? മറ്റൊരു ദൈവങ്ങൾക്കൊക്കെ ശക്തിയുണ്ട്, പക്ഷേ ശക്തി ഒരു ദൈവസങ്കല്പമായിട്ടെടുത്താൽ അത് ശിവനിലാണ്. മറ്റവർക്കൊക്കെ ശക്തിയുണ്ട്, രാമനും മഹാവിഷ്ണുവിനൊക്കെ ശ്രീകൃഷ്ണനൊക്കെ ശക്തിയുണ്ട്. പക്ഷെ അത് ശക്തി കൊണ്ട് മാത്രം ദൈവം ആ സങ്കല്പത്തിൽ ജീവിക്കുന്നത്, വേറൊരു രീതിയിൽ ജീവിച്ചിട്ടില്ല. ശിവപാർവതിയായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ കൃഷ്ണനെ പോലെ ഡാൻസ് കളിക്കാൻ പോയിട്ടുണ്ടോ? വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ശിവനും പാർവതിയും കൂടെ റൊമാൻറ്റിക്കായിട്ട് എവിടെയെങ്കിലും പോയതായിട്ട് പറയുന്നില്ല. ശക്തി മാത്രമാണ് ശിവൻ്റെ ബലം. ആ ബലം അത് രാഹുൽ ഗാന്ധിക്കും ക്രമത്തിൽ അത് കിട്ടും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ശിവനെ പിടിച്ചുയർത്തി മുമ്പോട്ട് നീങ്ങുന്ന രാഹുൽ ഗാന്ധി, ശിവൻ ഒരു ഡിസ്ട്രോയർ ആണെന്നും കൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ പലരെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്നതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പലരെ ഉറക്കം കെടുത്തും. രാഹുൽ ഗാന്ധിയുടെ ഈ രീതിയിലുള്ള മുന്നോട്ടുള്ള നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല, ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് ED വിട്ടോ CBI വിട്ടോ ഒക്കെ ചില പ്രശ്നം. ഇപ്പോൾ ഈ രീതിയിൽ പോകുമ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു ED വിട്ടോ നിങ്ങൾ, അത് നിങ്ങൾ എന്ത് വേണം ചെയ്തു, അതൊന്നും എന്നെ ബാധിക്കില്ല, ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും. എന്തായാലും പീഡകനായിട്ടുള്ള രാഹുൽ ഗാന്ധി ആ പീഡനം തുടരട്ടെ എന്ന് ആശംസിക്കും.